നമ്മുടെ രാവിലത്തെ പണികളൊക്കെ വേഗം തീർക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ നമ്മൾ കുറേ പ്ലാനുകൾ ചെയ്ത് വെച്ചിട്ടായിരിക്കും കിടന്നുറങ്ങുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനിന്ന് റാഗിയുടെ നൂലപ്പവും ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസും പെട്ടെന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ കഴുകി വൃത്തിയാക്കി വെള്ളവും ഉപ്പ് ഒഴിച്ച് കുക്കറിൽ തന്നെ കുതിരിടാൻ വെച്ചിരുന്നു. അപ്പോൾ പിന്നെ അതൊന്ന് വേവിച്ചെടുത്ത് കടുകൊട്ടിച്ചെടുത്താൽ മതിയല്ലോ. ഇനി നമ്മുടെ അരിയുടെ വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി കൂടി കഴുകി വൃത്തിയാക്കി ഇടാം. ഇവിടെ സാധാരണ അരിയും കറിയൊക്കെ വിറകടുപ്പിൽ തന്നെയാണ് വെക്കാറ്. പക്ഷെ ഇപ്പോൾ നമുക്ക് കുറച്ച് വിറകിന് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെ വിറക് നമുക്ക് ഇറക്കി അതൊന്ന് ഉണക്കിയെടുക്കാനൊന്നും പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറികളൊക്കെ കുറച്ച് ദിവസത്തേക്ക് നമ്മളൊന്ന് ഗ്യാസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഗ്രീൻ പീസ് കടുക് പൊട്ടിക്കുകയാണ്. അപ്പോൾ ഇതും കൂടി റെഡി ആയിട്ട് വരുമ്പോൾ നമ്മളൊരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. കാരണം നമ്മൾ ഡിന്നർ നേരത്തെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് രാവിലെ തന്നെ വേഗം വിശപ്പ് വരും. അപ്പോൾ നമ്മൾ ഒരു 7:30ക്കുള്ളിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും. അപ്പോൾ കറികളെല്ലാം റെഡിയായി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അതിനുശേഷം ഇനി നമുക്ക് ഇന്നലെ തന്നെ നമ്മൾ മീനൊക്കെ കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കറി അങ്ങ് റെഡിയാക്കി എടുത്താൽ മതിയല്ലോ പെട്ടെന്ന്. അപ്പോൾ നമ്മൾ അതിനായിട്ട് തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള മീൻ കറിയാണ് വെക്കുന്നത്. അപ്പോൾ പാലൊക്കെ നമ്മൾ പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീനിലേക്ക് തേങ്ങയുടെ 2ാം പാലും പൊടികളും അതേപോലെ തന്നെ കുടംപുളിയൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. നന്നായിട്ട് വെന്ത് വരുന്നതിന് ശേഷം നമുക്ക് 1ാം പാൽ കൂടി ചേർത്ത് നന്നായിട്ട് കറി തിളപ്പിച്ചെടുക്കാം. അതിന് ശേഷം പിന്നെ കടുക് പൊട്ടിച്ചൊഴിച്ചാൽ മതിയല്ലോ. ഈ മീൻകറി അവിടെ ഇരുന്ന് റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് വീടൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വൃത്തിയാക്കി എടുക്കാം. അപ്പം നമ്മൾ എല്ലാ പണികളും ഇതുപോലെ ഒരു പ്ലാനോട് കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം തന്നെ പണികളൊക്കെ തീർത്ത് അടുക്കളയിൽ നിന്ന് അങ്ങ് ഇറങ്ങി കിട്ടും. അപ്പോൾ വീടും അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്തതായിട്ട് ഈ മീൻ കറിയിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് ചെമ്മീൻ ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം. ചെമ്മീൻ നമ്മൾ ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് 2-3 വറ്റൽമുളകും ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കും. ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തേങ്ങാപ്പാൽ നമ്മൾ പിഴിഞ്ഞെടുത്തില്ലേ, അതിൻ്റെ ആ ബാക്കി വന്ന തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ചില ട്രിക്കൊക്കെ ചെയ്യാം. ഇനി അതിൻ്റെ കൂടെ 2-3 സ്പൂൺ നല്ല ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രുചിയുണ്ടാവും. ഇനി അതവിടെ നിന്ന് ചൂടാറുമ്പോഴേക്കും കുടിക്കാനുള്ള വെള്ളമൊക്കെ കോരിയെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിൽ കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. പിന്നെ നമുക്ക് ആവശ്യത്തിന് എരിവും ഉണ്ടാവും. ഇതെല്ലാം നമുക്ക് റെഡിയായി വന്നതിന് ശേഷം ലഞ്ച് ബോക്സ് നമുക്ക് പാക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടുക്കളയിലെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് അലക്കാനും അതുപോലെ തന്നെ മിറ്റമൊക്കെ ഒന്ന് തൂക്കാനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണികൾ